ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരക്ക മോരുകറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചുരക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് പാത്രത്തിൽ വെള്ളമൊഴിച്ച് പാകത്തിന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം നമുക്ക് ഒരു 1/4 മുറി തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരഞ്ഞു വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചുരക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. ഒരു നുള്ള് ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുരക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ.